അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. സൗദിയിൽ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ടത് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മഹാനവറുകളുടെ ഇടപെടലാണ് റഹീമിന്റെ വധശിക്ഷ ഇളവ് കിട്ടിയതും. അതൊന്നും ആഘോഷിക്കാൻ അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തയ്യാറാവാത്തതാണ് സയ്യിദ് ജിഫ്രി തങ്ങളുടെ പേര് ആരും അറിയാതെ പോയത്. സയ്യിദർ അന്ന് ആ പുണ്യപ്രവൃത്തി ചെയ്തത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചാവാം. ഇന്നത്തെ ദിവസത്തെ പുകഴ്ത്തലുകൾ കാണുമ്പോൾ വെറുതെ ആലോചിച്ചു പോയതാണ്. ഇതാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിൻ്റെതായി വന്ന ഒരു പോസ്റ്റ്. ഇങ്ങനെ ഒരു പോസ്റ്റ് താൻ ഇട്ടിട്ടില്ല എന്നാണ് ഹമീദ് ഫൈസി പറഞ്ഞത് എന്ന് ഷജറ വിഭാഗം പ്രവർത്തകൻ, അത് സുഹാബികൾ ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കുന്നതിന് മുമ്പായി AI കാന്തപുരം ഉസ്താദിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേട്ടതിന് ശേഷം ഷജറ പ്രവർത്തകന്റെ വോയിസ് കൂടി കേൾക്കാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയും കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനും സാമൂഹിക പ്രവർത്തകനുമായ ഷേഖ് അബൂബക്കർ അഹമ്മദിനെക്കുറിച്ചാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിലാണല്ലോ അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം അത് പല പല തലങ്ങളിൽ എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അദ്ദേഹത്തിന്റെ നേതൃത്വം, പിന്നെ ഈ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പൊതുവായ നിലപാടുകൾ, അതോടൊപ്പം തന്നെ ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അതും നമ്മൾ സംസാരിക്കും. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് ഈ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയേറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നത്? ശരിയാണ്, ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, നമ്മളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നിലവിൽ ഇന്ത്യയുടെ 10ാമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ്. ഗ്രാൻഡ് മുഫ്തി? അതെ. അത് രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരമോന്നത മത നേതൃത്വ സ്ഥാനമാണ്. ഓക്കെ. അപ്പം മതപരമായ കാര്യങ്ങളിൽ ഫത്വ എന്ന് പറയുന്ന മതവിധികൾ പുറപ്പെടുവിക്കാനും കുറച്ചുകൂടി സങ്കീർണമായ വിഷയങ്ങളിലൊക്കെ മറ്റ് പ്രാദേശിക മുഫ്തിമാർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനും ഒക്കെയുള്ളൊരു അധികാരമുള്ള പദവിയാണത്. ശരി. അതോടൊപ്പം തന്നെ അദ്ദേഹം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും. അപ്പോൾ വലിയൊരു സംഘടനാ സംവിധാനവും അനുയായികളും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ മതപരമായ നേതൃത്വം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ പ്രവർത്തന മേഖലകളുണ്ട് എന്ന് വ്യക്തമാണല്ലോ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളില്. അവിടെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എത്രത്തോളം വലുതാണ്? അത് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാഴ്ചപ്പാട് വിദ്യാഭ്യാസം സമാധാനത്തിന്റെ താക്കോലാണ് എന്നുള്ളതാണ്. ആ ഒരു ലൈനിൽ നിന്നുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള മദ്രസാ വിദ്യാഭ്യാസമുണ്ടല്ലോ,
അതിനെ ഒന്ന് നവീകരിക്കാനും അതിൽ ആധുനിക വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്താനും അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1978-ൽ കോഴിക്കോട് അദ്ദേഹം സ്ഥാപിച്ച ജാമിയ മർക്കസ്. മർക്കസ്, അതെ അതെ, ലക്ഷക്കണക്കിന് പേർക്കാണ് അവിടെ സൗജന്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ലഭിച്ചത്. ലക്ഷക്കണക്കിനോ? അത് വലിയൊരു കണക്കാണല്ലോ. അതെ, സംശയമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുടെ ശൃംഖല നോക്കിയാൽ ഏകദേശം ഒരു 12,000 പ്രൈമറി സ്കൂളുകൾ. 12,000? അതെ. പിന്നെ 11,000-ഓളം സെക്കൻഡറി സ്കൂളുകൾ, 600-ലധികം കോളേജുകൾ. അങ്ങനെ പോകുന്നു ആ കണക്ക്. ഇനിയിപ്പോൾ മാനുഷിക പ്രവർത്തനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതും ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഏകദേശം 19,000 അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്. 72,000-ലധികം കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 16,000-ലധികം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. 1,35,000-ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ട്. ദിവസവും ഏകദേശം 20,000 ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കണക്കുകളാണല്ലോ ഇത്. അതെ, ഈ സംഖ്യകൾ തന്നെ ആ പ്രവർത്തനങ്ങളുടെ ഒരു വ്യാപ്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു വെറുമൊരു എണ്ണമല്ല, ഒരു തലമുറയെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വലിയ ഇടപെടലാണ്. ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ രാജ്യത്തെ ബാധിക്കുന്ന ചില പ്രധാന വിഷയങ്ങളിലും അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അതിൽ പ്രധാനം തീവ്രവാദത്തിനെതിരെ അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടാണ്. ഉദാഹരണത്തിന് 2014-ൽ ഐസിസ് പോലുള്ള സംഘടനകൾക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ച ആദ്യത്തെ ഇന്ത്യൻ മതനേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണല്ലോ. അതെ. അതുപോലെ ഈ അടുത്ത് വലിയ ചർച്ചയായ പൗരത്വ ഭേദഗതി നിയമം CAA, അതിനെ അദ്ദേഹം എതിർത്തിരുന്നു. എന്നാൽ അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട് SDPI പോലുള്ള ചില സംഘടനകൾ നടത്തിയ ഹർത്താലിനെ അദ്ദേഹം പിന്തുണച്ചില്ല എന്നതും നമ്മൾ കാണണം. അതും ശ്രദ്ധേയമാണ്. പിന്നെ ബാബറി മസ്ജിദ് വിധി വന്ന സമയത്ത് അത് രാജ്യത്തിന്റെ ഒരു ഐക്യത്തിനു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വിധിയെ അംഗീകരിക്കാൻ അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. ഏകീകൃത സിവിൽ കോഡ് UCC, അതിനെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരിക വൈവിധ്യമില്ലായ്മ ചെയ്യുമെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ബാധിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഇത്രയധികം പ്രവർത്തനങ്ങളും ഇത്ര വ്യക്തമായ നിലപാടുകളും ഒക്കെയുള്ളപ്പോഴും അദ്ദേഹത്തിനെതിരെ ചില വിവാദങ്ങളും കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ടവ, അല്ലെങ്കിൽ ആ വെല്ലുവിളികൾ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സുന്നി പണ്ഡിത സംഘടനയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതെ. അതിലുണ്ടായ ഒരു പിളർപ്പാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം AP വിഭാഗമെന്നും മറ്റേ വിഭാഗം EK വിഭാഗമെന്നും അറിയപ്പെടുന്നു. ആ ഒരു ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ മറ്റൊരു പ്രധാന വിവാദം മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിങ്ങളല്ല എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയൊരു പഴയ പരാമർശം. അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. അതെ. അതുപോലെ പ്രവാചകന്റെ കേശം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് നിർമ്മിക്കുന്നൊരു പള്ളിയുണ്ട്, ഷാറെ മുബാറക്ക് മസ്ജിദ്. അതുമായി ബന്ധപ്പെട്ടും അതിന്റെ ആധികാരികതയെ ചൊല്ലിയുമൊക്കെ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഈ പ്രവർത്തനങ്ങളുമൊക്കെ ഇത്രയധികം ആളുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൽ മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ ലഭിച്ച പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ട്, തീർച്ചയായും. സിറാജ് എന്നൊരു ദിനപത്രമുണ്ട്. കേട്ടിട്ടുണ്ട്. അതിന്റെ ചെയർമാനാണ് അദ്ദേഹം. കേരളത്തിലും ഗൾഫിലുമൊക്കെ നല്ല പ്രചാരമുള്ള പത്രമാണത്. പിന്നെ റിസാല പോലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ രക്ഷാധികാരിയുമാണ്. ഇതുകൂടാതെ ഒരു 45-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അംഗീകാരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ 2009 മുതൽ 2020 വരെ തുടർച്ചയായിട്ട് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 500 മുസ്ലിമുകളിൽ ഒരാളായിട്ട് ജോർദാനിലെ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്റർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 10 വർഷത്തിലധികം തുടർച്ചയായിട്ട്. അതെ. പിന്നെ 2023-ൽ മലേഷ്യൻ ഗവൺമെന്റിന്റെ ഒരു പരമോന്നത ബഹുമതിയുണ്ട്, ഇന്റർനാഷണൽ തോക്കോ മാൾ ഹിജറ അവാർഡ്. അതും അദ്ദേഹത്തിന് ലഭിച്ചു. ഇതുകൂടാതെ ഒരുപാട് ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ വേറെയുമുണ്ട്. അപ്പോ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഒരേ സമയം ഒരു മതപണ്ഡിതൻ, ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തകൻ, സാമൂഹിക നേതാവ്, ചിലപ്പോഴൊക്കെ വിവാദങ്ങളുടെ കേന്ദ്രം, അങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഒരു വ്യക്തിത്വമാണെന്ന് പറയാമല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ
അത് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ജാമിയ മർക്കസ് പോലുള്ളവ, അത് വരും തലമുറകളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, ഇനിയും വഹിക്കും. ആ ഒരു പരമ്പരാഗത മതപാണ്ഡിത്യത്തെയും ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ആവശ്യങ്ങളെയും ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ശരിയാണ്. എങ്ങനെയാണ് മതപരമായ നേതൃത്വവും സാമൂഹ്യമായ ഇടപെടലുകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതിന്റെ ഒരു മാതൃക കൂടിയായിട്ട് അദ്ദേഹത്തെ കാണാം. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു മതനേതാവിന് എങ്ങനെയാണ് ഇത്ര വിപുലമായ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്? അതിന്റെയൊക്കെ ദീർഘകാലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇതൊക്കെ നിങ്ങൾക്കും ചിന്തിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹമീദ് ഫൈസി അമ്പലക്കടവ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കൂല. അത് സ്വഹാബികളിൽപ്പെട്ട ഹക്കീം ഫൈസിയുടെ ദുബർ മണപ്പിച്ച് നടക്കുന്ന ചില ഇറക്കുന്ന വാക്കുകളാണ്. അതിൽ ആരും വഞ്ചിതരായി പോവാതിരിക്കുക. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഞാനൊരു ഈക്കക്കാരനാണ്, എന്നിരുന്നാലും പറയാം, ബഹുമാനപ്പെട്ടവർ ചെയ്ത ഈ ഒരു കാര്യത്തിനെ ആരും എതിർക്കാൻ അവകാശമില്ല. ഹമീദ് ഫൈസി അത് ചെയ്തിട്ടില്ല. ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഹമീദ് ഫൈസിനെ നേരിട്ട് കണ്ടൊരാളാണ് ഈ ഒരു വിവാദം വന്നതിൻ്റെ ശേഷം. അപ്പം ഞാൻ ഹമീദ് ഫൈസിനോട് നേരിട്ട് ചോദിച്ചതാണ്. അപ്പം ഹമീദ് ഫൈസിയാണ് എന്നോട് വിഷയം ഡയറക്റ്റ് പറഞ്ഞത്. ഞാൻ ഹമീദ് ഫൈസിനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഹമീദ് ഫൈസി അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഹമീദ് ഫൈസിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിരുന്നല്ല. മൂപ്പർക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് ചോദിച്ചത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ഞാൻ പൊട്ടനല്ല. കാരണം സയ്യിദുൽ ഉലമ റഹീമിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് സയ്യിദുൽ ഉലമനെ ഒന്ന് കളിയാക്കിയിട്ട് എൻ്റെ പേരും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഹക്കീം സ്വഹാബികൾ ചെയ്തത്. പിന്നെ ഇപ്പോൾ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ഒരിക്കലും കാന്തപുരം ഉസ്താദിന് ഈ ഒരു വിഷയം എന്നല്ല, ഒരു വിഷയത്തിൽ മൂപ്പരെ എതിർക്കാൻ പാടില്ല. മൂപ്പര് ഒരു ആലിമാണ്. ഒന്നാമത്തെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയത്തിന് തന്നെയാണ്. അതിപ്പോൾ ഏത് വിഷയമാണെങ്കിലും സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും. ഏത് സമസ്തയായാലും ശരി. പക്ഷേ ഇവിടെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടത് ഈ കടന്നു വരുന്ന സുഹാബിസത്തിന്റെ കുറച്ച് ഹക്കീം, മുസ്തഫ, ഫൈസി എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു പോണതാ. കുറച്ച് വയസ്സുള്ള ആളല്ലേ എന്ന് കരുതി. അതേപോലെ പട്ടിക്കാട് റിയാവുദ്ദീൻ, മറ്റേ പാണക്കാട് തറവാട്ടിലെ സ്വാദിഖ്, ഇവരൊക്കെയാണ് നമ്മൾ ഇനി ഒറ്റപ്പെടുത്തേണ്ടത്. മനസ്സിലായി? അല്ലാതെ APക്കാരനുള്ള തല്ലൊക്കെ നിർത്തേണ്ട ടൈം കഴിഞ്ഞ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.